അന്ന ഓക്കെയാണ്. അന്ന ജസ്റ്റ് റെസ്റ്റ് എടുക്കുകയാണ്. ഷീസ് ഫൈൻ. അന്നയും നന്നായിട്ട് ഗെയിം കളിച്ചു. അന്നയ്ക്ക് ഞങ്ങൾ അന്നെ ഒഴിവാക്കി തല്ലി നിന്ന്. ആരെ തുടങ്ങണേ? അല്പമെങ്കിലും നാണം ഉണ്ടെങ്കിൽ അടിക്കരുത്, എന്നെ അടിക്കരുത്. എനിക്ക് ഒരു നാണോ മാനോ ഇല്ലെന്ന് നാണമില്ല. അഥവാ നീ എന്നെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ എന്റെ കൊതിക്കുന്നു. പൊറോട്ട നാടകം വിചാരിച്ചാലും പ്രശ്നമില്ല. പൊറോട്ട നാടകമാണ്. അഭിമാനമില്ലേ? ഇല്ല. പിന്നെ ചോട്ടാ ഭീമിന്റെ നേതൃത്വത്തിലുള്ള പൊറോട്ട നാടകം നടക്കട്ടെ. സമയമില്ല. നാണം കെട്ട് കോമ്പോ അടിക്കാൻ പറഞ്ഞ അടി കൊണ്ടിട്ടൊന്ന് പോടാവേ ചോട്ടാ ഭീം. ഒറ്റ അടിക്കാ ഗ്യാസ് ഊറ്റിയ അടിച്ച ഓട ഇടണം. ഗ്യാസ് കുറ്റിയുടെ ലേബൽ അങ്ങ് മാഞ്ഞു പോയി. ഇത് അടിക്കുമ്പോ ഞാൻ പിന്നെ എന്തെങ്കിലും അങ്ങോട്ട് പറയും, തിരിഞ്ഞോട്ട് വരും, വീണ്ടും ആ കോമ്പോ വളർത്താനുള്ള പരിപാടി. അപ്പൊ ഒരു പാട്ടിടും, പിന്നെ ഡാൻസ് ചെയ്യും. ഞാൻ അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ എന്തൊക്കെ ആഗ്രഹമാണ് തങ്കു. നീ ചെവി തുള്ളിക്കോ. കിഴങ്ങി ഇങ്ങോട്ടൊക്കെ അനുതിരിയണം. തങ്കു ഒരു ചാട്ടടി കിട്ടിയാൽ എന്താ? ബെസ്റ്റ് പെർഫോമർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അടുത്ത ആള് ദേ വീണ്ടും കോംബോ. ഒന്ന് പോകാവോ എന്റെ താപസ കന്യക? ഒന്ന് പോകാവോ താപസ കന്യക? കോംബോ വർക്കാവാൻ വേണ്ടിട്ടുള്ള അവസാന തടവാണത്. ഇതിന് ചെറുതായിട്ട് ഇവിടെ അലിഞ്ഞിട്ടുണ്ടോന്ന്. അതല്ല അവന്റെ മീൻ വറുത്തത് കാണാതെ പോയി അവളുടെ. അവൻ എടുത്തോന്ന് കൈ മണപ്പിച്ച് നോക്കിയതാ. അതാണ് സംഭവം. അതാണ് ഒരു കയ്യിൽ ഒരു ഉമ്മ കെട്ടിയപ്പോ ഈ 4 ബട്ടൺസ് അഴിഞ്ഞു പോയത്. അനു ഈ ഉമ്മ കൊടുത്തതിന്റെ കാരണം എനിക്കറിയണം. കാരണം ഇതിന് മുമ്പത്തെ എപ്പിസോഡില്, അതായത് നമ്മൾ തങ്കുവിന്റെ പെർഫോമൻസ് കണ്ടിട്ട് കവിളത്തൊരു ഒരു ബ്രദർലി ആ പെർഫോമൻസിനുള്ള ഒരു ഉമ്മ കൊടുത്തിട്ടുണ്ടായി. അന്നനു ആ ഒരു ഉമ്മ അനു അങ്ങനെ ഒരു ഉമ്മ കൊടുത്തില്ല. ആർട്ടിസ്റ്റുകളും കൊടുത്തു. ഇന്നിങ്ങനെ ഒരു ഉമ്മ കൊടുക്കാൻ കാരണം ഇപ്പോഴത്തെ ഈ ഒരു പെർഫോമൻസ് കണ്ടിട്ടാണ്. ഈ അത്ഭുത എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ക്യൂട്ടായിരുന്നു. ഒക്കത്ത് വെക്കാൻ തോന്നി. അത് മനസ്സിലാക്കണം. ഇതില് വേറൊരു ദുരൂഹതയുള്ള ഒരു ഉമ്മയല്ല. ഇത് ചേട്ടന്റെ ആ ഒരു പെർഫോമൻസ് അനു മനസ്സുകൊണ്ട് അംഗീകരിച്ച്. എന്ത് ദുരൂഹതയിലേക്ക് എന്നെ കുഴപ്പം. ഒരു കൈ ഉമ്മ വെച്ചപ്പോ അല്ല, ഞാൻ സത്യസന്ധല്ല, ഞാൻ ഒന്നും കയ്യിൽ വാങ്ങിക്കാറില്ല. ആ കയ്യിൽ ഞാൻ ഒന്നും വാങ്ങിക്കാറില്ല. എന്താ പറഞ്ഞു വരണേ? എന്താ എനിക്ക് അറിഞ്ഞൂടാ. തങ്കു ഹീസ് എക്സ്പെക്ടിങ് സംതിങ് മോർ അതർ ദാൻ ദിസ്. യെസ് മോർ. പാട്ടൊന്നും പെർഫോം ചെയ്യുമോന്ന്. മറ്റേ അത്ഭുതീവിലെ ഒരു തവണയല്ല 10 തവണ ചെയ്യും. അത് ഫുള്ളും വേണം അവർക്ക് ഇവൻ യൂട്യൂബിന് മുതൽക്കൂട്ടാവും. അതെ. മീര ജാസ്മിനും ലതയ്ക്കും മാലാഖയ്ക്കും മേളിൽ എന്തോ വലുത് വരാനിരിക്കും. നൈസ് അടിപൊളി. എനിക്ക് വേണ്ടിട്ട് ചേട്ടൻ ഡാൻസ് ചെയ്തില്ലേ? അതിന് പിന്നെ അവൻ എങ്ങനെ പെണ്ണ് കിട്ടുമെന്ന് പറ. ഒറ്റ ഉമ്മ കിട്ടിയപ്പോഴത്തേ അവൻ തല ഇറങ്ങി വീണു. എങ്ങനെ പെണ്ണ് കിട്ടും? സ്വാഭാവികം. എന്ത് പറ്റി ചേട്ടാ? എനിക്ക് ആരും ഒരു സാധനം മാഞ്ചിന് ഞാൻ അങ്ങനെ പോകുന്ന തിരിച്ചു കൊടുക്കാനൊന്നും പോകില്ല. പുള്ളിക്ക് ആരെന്ത് സാധനം കൊടുത്താലും ഒരു കടപ്പാട് വെക്കുന്നത് പുള്ളിക്ക് ഇഷ്ടമല്ല. പുള്ളി അത് തിരിച്ചു കൊടുക്കും. അല്ല, ഞാൻ പറയട്ടെ, അന്ന് ചേട്ടന്റെ മീര ജാസ്മിന്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാ ഗേൾസും എനിക്ക് തരാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ചേട്ടൻ വേറെ ദിവസം നന്നായിട്ട് ചെയ്യും. നന്നായിട്ടല്ലേ എപ്പോഴും നന്നായിട്ട് ചെയ്യാറുണ്ട്. അല്ലല്ല, ഇത് അത്ഭുത ദ്വീപിനുള്ളതാ. ഞാനും ഒന്ന് അത്ഭുത ദ്വീപി വന്നു നോക്കാം.
എനിക്ക് വേണ്ട, ചത്താ മതി. ലാടൻ ഒരുപാട് എത്താ മതി, വേണ്ട.